Q Developers ഉപ്പും മുളകും. ധാരടേ മലയാളി മങ്കന കുളിച്ച് കുറേ കേട്ട് ഇവിടെ വേടാ കോവിൽ പോയാ എന്താടേ നിനക്കൊരു പുച്ഛം പോലെ എനിക്കെന്ത് കോവിലിൽ വെക്കൂടെ? കോവിലൊക്കെ പോവാം. ഏത് കോലി പോയത്? ഞാൻ അയ്യപ്പൻ കോവിൽ പോയി. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പോകണ്ട. അതെന്ത്? നീ എന്നപ്പോൾ അയ്യപ്പ ചോദിക്കണം. ഡാടാ ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ രാവിലെ വെച്ച് കുളിച്ച് നല്ല മനസ്സോടുകൂടി അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. ദണ്ട നാക്കിൽ ഇപ്പോഴും മന്ത്രമാണ്. നീ എന്നെ കൊണ്ട് വെറുതെ ചീത്ത വിളിപ്പിക്കല്ലേ അളിയാ? എന്നാൽ എനിക്കൊരു സംശയോടെ രാവിലെ കഴിച്ച് നീ കുളിച്ച് അമ്പലത്തിൽ പോകണമെങ്കിൽ അളിയ എന്തോ ദുരുദ്ദേശം ഇല്ലേ? ഡേയ് എനിക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ല. നോക്കിയാണ് എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ തങ്കമാണ്. ഇത് ആ സാധനം നോക്കിക്കാണാൻ നീ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എന്തര് മനസ്സ് തങ്കോണം നോക്കാം. എടാ പോടാ, നീ എങ്ങോട്ട് പോകണം രാവിലെ? ഞാൻ പാലോക്കിയ പോണം. എന്ത് പറഞ്ഞാ? ഇല്ലടേ നിന്റെ കൂടെ വന്നാൽ ശരിയാവില്ല. എന്താണെന്നറിയാമോ? നീ വൃത്തിയായിട്ട വാക്കുകളൊക്കെ പറയും, പിന്നെ ഞാനും വൃത്തിയായിട്ട വാക്കുകളൊക്കെ പറയും. എടേ എങ്ങനെയെങ്കിലും നന്നായി പോട്ടേ. ഓ അങ്ങനെ. അപ്പം നീ നന്നാവാൻ തീരുമാനിച്ച് അല്ല? എത്ര നാളത്തേക്ക് രാവിലെ എണീറ്റുള്ള അമ്പലത്തിൽ പോക്ക് ഉണ്ട്? കുറച്ചാളുണ്ടാവും. അതുപോലെ ഇന്ന് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറേ പേരുണ്ടായിരുന്നു, കമ്മിറ്റിക്കാരൊക്കെ. അപ്പോൾ അവരെല്ലാം ശബരിമല പോണ്. വരണം മലയാള മാസം 1-ാം തീയതി. എന്നെ വിളിച്ചപ്പോൾ ഞാനും കൂടെ പോകും. നീ വരണ്ട. അപ്പോൾ പിന്നെ എന്നാൽ ശരി ആവട്ടെ. അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഏത് അമ്പലത്തിൽ പോയി കമന്ന് കിടന്ന് നീ പ്രാർത്ഥിച്ചാലും നീ ചെയ്ത കുട്ടിയ പാവങ്ങളുടെ ഫലം നീ ഇവിടുന്ന് പറ്റാ നീ പോകൂല അളിയ. നീ പോകൂല, അത് ഉറപ്പാണ്. ടേയ് എനിക്കും അതേ പറയാനുള്ളൂ. നീ പാല് പച്ചക്കറി പഴമെന്ന് പറഞ്ഞ് നടക്കാതെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ നോക്കടാ. എന്തുണ്ടായിക്കണ തേരാ പോലെ നടക്കണം. പോ ചെല്ലേ. കൂടുതൽ ഞാൻ കയറല്ലേ, ഞാൻ കൊണ്ടുപിടിച്ച് അഴിച്ചളായി. പടാ അയ്യപ്പാ, ഈ മഹാഭാവിയെ നീ കാത്തോണേ. എൻ്റെ പൊന്നു മാളിയപ്പുറത്ത് അമ്മച്ചി, ഇവന് കൊടുക്കണേ, ഇവനെ നശിപ്പിച്ച് നീ നാരായണക്കല പറക്കണേ. എന്തേ നീ അയ്യപ്പനെ വിളിച്ചപ്പോ ഞാൻ മാളിയപ്പുറത്തെ വിളിച്ചു. അങ്ങനെയല്ല, ഞാൻ കളിക്ക് പറഞ്ഞു വന്നാണ്. നീ ശരിക്കും അങ്ങ് ശപിച്ചങ്ങ് വിടാണ്. നീ നിനക്ക് അതിനുവേണ്ടി എന്തൊരു ദ്രോഹമാണ് ഞാൻ ചെയ്തത്? ഇത്രയും നീ എന്നെ പ്രാവില്ലടാ. ഒരാളെ കൂടെ ഉണ്ട് വാവര്, അയാളെ കൂടെ വിളിച്ചാൽ പറയണല്ല, അങ്ങേരെ കൂടെ വിളിച്ചാൽ പറയണല്ല. നീ ഇവിടുന്ന് ഓട്. നീ ഉള്ള കാര്യം 30 മുക്കോടി രാവാലം വിളിച്ച് എന്നെ നെഞ്ചിൽ പൊങ്കാല പോകാൻ നോക്കടാ. നീ പോകാൻ നോക്ക്. ഇവിടെ എപ്പോഴാ നീ ഇറങ്ങി വന്ന? ഞാൻ മര്യാദയ്ക്ക് അങ്ങ് പോകുമായിരുന്നു. ലക്ഷണക്കേടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ലക്ഷണക്കേട്. നീ ഒന്നില്ലേ? വേണ്ട കുളിച്ചില്ലല്ലേ? മണിവർത്തമ്മേ ദേവി ബാബുസ്വാമി ഇവനെ ഉണ്ടോ? ആരെ പറ്റിക്കാണ് രാവിലെ കുളിച്ച് കുറിയിട്ട് പോടാ വീട്ടിൽ പോടാ. കോള് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ലല്ലോ. ഈ പേട്ട ഫോൺ എടുത്ത് കളഞ്ഞൂടെ? കളഞ്ഞ് നീ വേറെ മേടിച്ചു തരും എനിക്ക്? അതില്ല, ഒരു പഴയ ഫോൺ കിട്ടിയായിരുന്നെങ്കിലേ നമുക്ക് ഗെയിം കളിക്കായിരുന്നു. ഗെയിം കളിക്കാൻ? എന്റെ പൊന്നു വെച്ചാൽ നിനക്കൊക്കെ ഫോൺ തന്നാ നീ പഠിക്കില്ല, അതല്ലേ തരാത്തെ? ഒരു ദിവസം നമുക്കും ഫോണൊക്കെ കിട്ടൂലോ അല്ലടാ യേശു? നീ എന്താ ഇപ്പിക്കൊണ്ടിരിക്കുക? ഒരു സാധനം. എടാ ഒരു സന്തോഷ വാർത്തയുണ്ടേ. എന്ത്? ചേച്ചിയുടെ ഫോൺ കംപ്ലീറ്റ് ആയി. അത് സൂപ്പർ. അധികം വൈകുന്നേരം ചെയ്യും. എന്റെ ഫോൺ കേട്ടാണോ നിനക്ക് അത്രയും സന്തോഷ വാർത്തയാ? എങ്ങനെ ചേച്ചി സന്തോഷപ്പെടാതിരിക്കണേ? ചേച്ചി ഞങ്ങൾക്ക് ഈ ഫോൺ ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ തോന്നുന്നുണ്ടോ? ഗെയിം കളിക്കാൻ തന്നിരുന്നെങ്കിലേ ഫോൺ പണ്ടേ കംപ്ലൈന്റ് ആയേനെ. ഇപ്പൊ കംപ്ലൈന്റ് ആയല്ലോ. ചേച്ചി പുതിയ ഫോൺ മേടിച്ചാലും ഞങ്ങൾ സഹായിക്കാം. പകരം ചേച്ചി ഞങ്ങൾക്ക് എന്ത് തരും? എനിക്ക് പണിയാനുള്ള പരിപാടിയാണോ? ഒന്ന് പോയിച്ചോടുന്നു. ഞാൻ സത്യമായിട്ടും പറയാണ്, ചേച്ചി ഞങ്ങൾക്ക് എന്ത് തരും? പറ, പകരം ഞങ്ങൾക്ക് എന്ത് തരും? ഞാൻ എന്ത് തരാനാ? ചേച്ചിയുടെ ഈ പഴയ ഫോൺ തരൂ. എടാ അതിനത് കേടായില്ലേ? ചേച്ചി അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ റിപ്പയർ എടുത്തോളാം. എന്താണ് ഭയങ്കര ചർച്ച? ചേച്ചിയുടെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. ആണോ? മൊത്തം പോയോ? മിക്കവാറും മൊത്തം പോവും. ആ നന്നായി. അമ്മ, ചേച്ചിയുടെ ഫോണിലേക്ക് ഒന്നും ശരിയാവില്ല കേട്ടോ. നമുക്ക് നെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുമോ? അഡ്മിഷന്റെ കാര്യം ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല, പണിയാ. അതുപോലെ അഡ്മിഷന് അപേക്ഷ അയക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, അതൊന്നും സർവീസ് ചെയ്താൽ ശരിയായിക്കോളും. അല്ല സർവീസ് ചെയ്താൽ ശരിയാവില്ലല്ലോ. ഞാൻ നേരത്തെ സർവീസ് ചെയ്തിട്ടുള്ളതല്ലേ, പോരാതെ വലിയ കാശ് ചെലവാ. ഓ എൻ്റെ ഫോൺ എത്ര പ്രാവശ്യം സർവീസിന് കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അത് സർവീസ് ചെയ്താൽ മതി. നടക്കൂല. കുഴപ്പമില്ല ചേച്ചി, നമുക്ക് റെഡിയാക്കാം. പാല് അമ്മ പാലുണ്ടാകത്തോട്. ഓ അറിഞ്ഞ എന്ത്? ചേച്ചിയുടെ ഫോൺ കംപ്ലൈന്റ് ആയി. നന്നായി, അങ്ങനെ വേണം. നന്നായിന്നോ? ചേച്ചി ആകെ പെട്ടിരിക്കുക. അഡ്മിഷന്റെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന്റെ കാര്യം ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല. കോഴ്സിന്റെ കാര്യം നോക്കണമെങ്കിൽ അമ്മേരെ ഫോൺ നോക്കിയാൽ മതി. അച്ഛാ, അപ്പൊ അമ്മ ഓഫീസിലാണെങ്കിലാ? എന്റെ ഫോൺ നോക്കണം. അച്ഛനൊന്നും പ്രാക്ടിക്കൽ ആവില്ല.
നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിലേ നമ്മുടെ ആവശ്യം നടക്കാൻ പറ്റുള്ളൂ. അല്ല എന്ത് പറ്റി ഇപ്പൊ രണ്ടും കൂടെ ചേച്ചിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കണേ? അവളാണെങ്കിൽ ഒട്ടും മിണ്ടുന്നുമില്ല. അത് ഒരു പ്രശ്നം വരുമ്പോ കൂടെ എന്താണ് വേണ്ടത് ഇപ്പൊ? ചേച്ചി എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. അച്ഛാ പുതിയൊരു ഫോൺ കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ മക്കളെ, നേരത്തെ വിളിച്ച് പറയാൻ അച്ഛൻ ജംഗ്ഷൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാനല്ലേ? കളിയാക്കല്ലേട്ടാ. പാടത് അച്ഛാ വേണ്ട അമ്മ വരുന്നു. അമ്മയടുത്ത് പറ പുതിയ ഫോൺ വാങ്ങിച്ചേരെ. പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം, അതുകൊണ്ടല്ലേ പറയാത്തത്. അമ്മ പാവല്ലേ അമ്മ, ഒരു ഫോൺ മേടിച്ചു കൊടുത്തേക്കുന്നേ. മിണ്ടാതിരിയടാ. വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, ചെറിയ കംപ്ലൈന്റ് അല്ലേ, ആ കടയെ കൊണ്ടേ കൊടുത്താൽ മതി, അവർ നന്നാക്കി തരും. അമ്മ ഇപ്പം എന്തായാലും ഫോൺ നന്നാക്കുമ്പം പൈസ കൊടുക്കണമല്ലോ. അപ്പം അതിന്റെ കൂടെ കുറച്ച് കാശും കൂടെ കൊടുക്കണമല്ലോ. പിന്നെ കൊടുക്കണം. അപ്പൊ ആ കാശും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫോൺ കൊടുക്കാനുള്ള കാശാവും. അപ്പം ബാക്കിയുള്ള കാശ് പിന്നെ മാസമായിട്ട് അടച്ചു തീർത്താൽ മതിയല്ലോ. നടക്കൂല കേട്ടാ, നടക്കൂല. എന്തൊരു അത്ഭുതം ഉണ്ടായി ഞാൻ പാല് വാങ്ങിക്കാൻ പോയപ്പോ. എന്തത്ഭുതം? നമ്മളെ ബാസിയെ രാവിലെ എണീറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ട് കുറിയൊക്കെ തൊട്ട് പുതിയ ഷർട്ട് മുണ്ടോട്ട് കയ്യിൽ പ്രസവമായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞ അവന്റെ ആ വേഷത്തിൽ കണ്ടല്ലേ ഇത്രയും ഒരു കളർന്ന് പറയേയില്ല. എന്താ കാര്യം? കാര്യം എന്തോന്ന് നന്നാവാൻ പോണെന്നാ, മാനസാന്തരപ്പെടാൻ പോണെന്ന്. അതുകൊണ്ട് ശബരിമല പോണ്, ഇനി തൊട്ട് വ്രതത്തിലാണെന്ന്. അപ്പൊ സൂക്ഷിക്കണം. ശബരിമല പോകാൻ വേണ്ടി വ്രതം എടുക്കും, വ്രതം എടുത്ത് ശബരിമലയിലും പോകും. പിന്നെ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുമല്ലോ, അപ്പൊ വ്രതം മുറിക്കൽ ചടങ്ങുണ്ടാവും. അപ്പൊ എന്തായാലും ആത്മാർത്ഥ സുഹൃത്തിനെ വിളിക്കുമല്ലോ, പോയി നോക്ക്, അപ്പൊ അറിയാം. അച്ഛാ ദേ വെറുതെ കളിക്കില്ല കേട്ടാ, ആ പ്രശ്നവും. അഡ്വാൻസ് ആയിട്ട് വരട്ടണ അവൻ ശബരിമല പോയില്ല, അതിന് മുമ്പേ ക്ലൈമാക്സ് ആയി അവൻ കണ്ടുപിടിച്ചവൻ. പോടാ ഞാൻ നേരത്തെ കോവിലിൽ പോയിട്ട് വീട്ടിൽ ചെന്ന് അങ്ങനെ ഇരുന്ന ബോറടിച്ചളിയാ, പിന്നെ ജംഗ്ഷൻ വരെ പോയി. നീ എന്നെ കൂടെ വിളിക്കാൻ ഞാൻ കൂടെ വന്നതല്ലേ? വിളിച്ച ഉടനെ നീ അങ്ങ് ഓടി വരെയല്ലേ? ഞാനേ ഒരു സാധനം വാങ്ങിക്കാമോ, നീ കൂടെ വാ, നമുക്ക് പോയിട്ട് ഒരുമിച്ച് വരാം. അയ്യോ വയ്യളിയാ, ഞാൻ അങ്ങോട്ട് നടന്നതാണ്ട, ഇപ്പം സാധനം കൊണ്ട് നടന്ന് ഇങ്ങോട്ടൊന്ന് ക്ഷീണിച്ച് നടക്കാൻ വേടാ, നീ പോയിട്ട് വാ. പിന്നെ എനിക്ക് ഇതിന്റെ ശുപാർശ വേണമല്ലോ, ഞാൻ പറ്റി ഇത് പിന്നെ 10 രൂപയ്ക്ക് മലക്കര ആടുന്നു. എത്ര രൂപയ്ക്ക്? 20 രൂപയ്ക്ക്. നിന്റെ ചിറ്റപ്പൻ കട ഇട്ടേ 20 രൂപയ്ക്ക് കിട്ടാൻ. നീ അറിഞ്ഞില്ലേ? ചിറ്റപ്പൻ ജംഗ്ഷനിൽ കട തുടങ്ങിയടാ. തന്നെ അളിയാ, ഇത് 10-150 രൂപയ്ക്ക് മലക്കറി വരും. എടാ സത്യം പറയല്ലേ, 75 രൂപയ്ക്ക് ഞാൻ 75 രൂപ എടുത്തോണ്ട് പോയി. ആ കിളവുണ്ടല്ലോ നമ്മളെ മലക്കറി കട. എടാ മാമൻ താടി വെച്ച അങ്ങനെ ഞാൻ പറഞ്ഞു 75 രൂപ എടുത്തിട്ട് മാമാ ഇത്തിരി മലക്കറിയായിരുന്നു പറഞ്ഞു. ഇങ്ങനെ ഉള്ള എല്ലാം കൂടെ വാരി എടുത്ത് വെച്ച് അങ്ങേർക്ക് എന്നെ ഭയങ്കര കാര്യമല്ലേ, നോക്കിയാണ് ഒരുപാടുണ്ടല്ലേ. നല്ല ലാഭം കേട്ടാ. അളിയാ, നിന്റെ ഭാര്യ പുഷ്പലയുടെ അച്ഛൻ ശരിക്കും ഈ കളവൻ താടി മാമനാണ്? അല്ല ഇത്ര രൂപയ്ക്ക് തന്നോണ്ട് ചോദിച്ചാണ് മലക്കറി. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് ചോദിക്കാം ശരിക്കും അവളെ അച്ഛൻ ഇങ്ങേരാണെന്ന് ചോദിക്കാം. നീ എങ്ങനെ സംശയം ചോദിച്ചെന്ന് പറയാം. ഞാൻ ചോദിച്ചെന്നാ? അല്ല പിന്നെ അല്ല മുഖത്ത് നല്ല പ്രസന്നത. പുഷ്പലത പൈസ അല്ലേ വെച്ചെന്നാടാ? കൊറേ അയച്ചടാ, കൊറേ അരിക്കലത്തിനകത്ത് വെച്ചിരിക്കുന്നു, ബാക്കി ശകലം ഉണ്ടായിരുന്ന കൊണ്ടുപോയി. ഒരു കാര്യം ചെയ്യ്, ആ കലത്തിൽ നിന്ന് അരിയെടുത്ത് ചോറൊക്കെ വെച്ച് ഇതൊക്കെ വെട്ടി നുറുക്കി കൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്നെ. ഇതിന്റെ പെനത്ത് വാ, അവള് വരുമ്പോ ഇടിച്ചിറക്കാളല്ലേ നിന്നെ. ആര് പിന്നെ എവിടെ പോലെ വിചാരിച്ചാ ബാസിയുടെ കളിക്കാക്കൂല, ബാസി വേറെ. നീ വാ, അവിയൽ സാമ്പാർ വെച്ച് കളി. എടാ എന്താടേ 5 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല, തിന്നട്ടെ പോട്ടെ. പോടാ പോടാ അളിയാ, താടി കിളവമാമോടെ ഉണ്ടാ, എനിക്ക് വാങ്ങിക്കാനാണ്. കിളവമാമോടെ ഉണ്ടാ. ചെന്നിട്ട് പറ ബാസിയുടെ ഭാര്യരെ അച്ഛനല്ലേ എന്ന് ചോദിച്ചാൽ മതി. പറഞ്ഞല്ലേ തരും. ശരിക്ക് ശരി ശരി, ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. ശരി നീ ചെല്ല്. കഷ്ടത് കോൾ അങ്ങോട്ട് പോണില്ല, കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റണില്ല. എന്താ ചേച്ചി ഇത്ര നേരത്തെ കുഴപ്പമില്ലാന്നില്ല, ഇപ്പൊ മൊത്തത്തിൽ പോയി കിട്ടി. നമ്മൾ ഒന്നുകൂടി ആഞ്ഞു ശ്രമിച്ചാൽ നമുക്ക് പുതിയ ഫോൺ കിട്ടും. കിട്ടും കിട്ടും, എനിക്ക് നല്ല അടി കിട്ടും മിക്കവാറും. ചേച്ചി നമ്മൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമ്മയെടുത്ത് നമുക്ക് പുതിയ ഫോണിൻ്റെ ആവശ്യം പറഞ്ഞറിയിക്കണം. പിന്നെ ഇടയ്ക്ക് കുറച്ച് കരച്ചിലും പിഴിച്ചിലൊക്കെ വേണം കേട്ടോ. അമ്മ 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 വിളിക്കാൻ പറ്റണില്ല. അമ്മയെന്ന് വിളിക്കണ്ട. അതല്ല, ഫോണിൽ നിന്ന് കോള് പോണില്ലാന്ന്. പോണില്ലേ? നന്നായി. ഇങ്ങോട്ട് വരണുണ്ടോ? അതും ഇല്ല. അപ്പൊ രണ്ടും നന്നായി, സമാധാനം ഉണ്ടാവുമല്ലോ. അമ്മ ചേച്ചി പാവല്ലേ, ഒരു ഫോൺ മേടിച്ച് കൊടുത്തേക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ, അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ അച്ഛൻ വരുമ്പോ അച്ഛനോട് പറ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ. അച്ഛൻ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് പെട്ടെന്ന് ഫോൺ കിട്ടും. എല്ലാം വാങ്ങിച്ചാ? എല്ലാം വാങ്ങിച്ചോ? പഞ്ചസാര ഉണ്ടല്ലോ അല്ലേ?
അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്പർ ഇട്ടില്ലേ സമാധാനം ആവൂല. ഇന്നത്തെ എല്ലാം കൂടെ കളിക്കാൻ നിൽക്കണം എന്ത് അച്ഛ ചേച്ചി കരയണണ്ടാ? കരയണ എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ എന്തിനു കരയണേ മക്കളെ? എന്തിനാ കരയണേ? അച്ഛാ പുതിയ ഫോൺ മേടിച്ച് കൊടുക്കാനുള്ള കരച്ചിലാ. അയ്യോ കരഞ്ഞ ഏതെങ്കിലും കമ്പനിക്കാരെ ഫോൺ വരുമെന്ന് പറഞ്ഞു മോളെ. ചേച്ചി വേണമെങ്കിൽ പോയതാ. മിക്കവാറും ഇനി ചേച്ചി ഫുഡ് പോലും കഴിക്കൂല. ഓ അപ്പൊ അതുവരെ കാര്യങ്ങൾ എത്തി. കൊച്ചിന് ഫോൺ വെച്ചോട്. പിന്നെ ഇപ്പൊ തന്നെ വാങ്ങാൻ ഞാൻ. ആ അതെ ഫാസി കണ്ടേ ഒരു ചാക്ക് നിറയെ പച്ചക്കറിയായിട്ട് വീട്ടിലോട്ട് പോകണം. എന്തിന്? കറി വെച്ച് കളിക്കാനെന്ന്. പച്ചക്കറി? ആ നല്ല മൂടിലാണ് കേട്ടോ ആശ. എന്തോ ഉണ്ട് സംഭവം എന്തോ ഉണ്ട്. അയാൾ എന്തെങ്കിലും ആവട്ടെ. അയാൾ വിളിക്കുമ്പോ അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിലാണ്. പിന്നെ എനിക്ക് അതിലെ ജോലി പറയാൻ പറ്റില്ലേ. ആ എന്താ കഴിക്കാൻ വേണ്ടി മേടിച്ചാ? അവിടെ വെട്ടി അരിക്ക് തിന്നടാ. കഴിക്കാൻ തന്നെ വാങ്ങിച്ചത്. കുഞ്ഞിക്ക് വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. തിന്ന് കഴിക്കാൻ. എടാ നിർത്തി കേശു, ഞാൻ ഓടിക്കട്ടെ. എടി ഒരു റൗണ്ടും കൂടെ. കേശു നീ കുറെ നേരമായി ഓരോ റൗണ്ട് പറയാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നേ. ഇനി നീ ഓടിയിരു. ഓക്കെ ഒരു 5 റൗണ്ട് ഓടിക്കേ. 5 റൗണ്ട് അടി ഞാൻ ടയർഡായി പോകും കേട്ടാ. 3 റൗണ്ട് ഓടിച്ചാൽ മതി. ഓ ടയർഡായി ഞാൻ സഹിച്ച്. നമ്മൾ ഓടിച്ചു. ഓ ഞാൻ ഓടിച്ചോ. കൊറേ നേരമായില്ലേ കേറ്. അമ്മ വരും ചവിട്ടും. സൈക്കിളല്ല നിങ്ങളൊക്കെ എടുത്ത് ചവിട്ടും. ഞാൻ ഓരോണ്ട് ചവിട്ടും. തിരിച്ച് നേരെ ഷെഡിനകത്ത് കയറ്റും. എന്റെ പറയുന്ന ഒന്നോണം. ഇപ്പൊ ഓടാനല്ലടാ പറഞ്ഞ. ഞാൻ തിരിച്ച് പോകുമ്പോ എന്റെ പറയാൻ പറഞ്ഞു. ഓടും. എന്താ ഹോൺ അടിക്കണ? കയറി പോയിക്കൂടാ. പറഞ്ഞ കേട്ടോടാ. എത്ര വർഷം വാസി? ആഹാ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നാ നീ? തന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞേ വേണ്ടപ്പെട്ട പാർട്ടി നിൽക്കുന്ന പിന്നെ നിർത്താൻ? നീ പറഞ്ഞു നീ ഹോൺ അടിച്ച് പോകാൻ പറഞ്ഞു. പോടായിരുന്നു. പിന്നെ എന്തിനാ നീ സൈക്കിൾ ഓടണ? സൈക്കിൾ ഒടിഞ്ഞു കൂടാ. സഹിച്ച്. അതെ എന്തോ ഏത് അത്? കവറ്. കവറിനകത്ത് എന്തോടാ? കവറിനകത്ത് പിന്നെ പലവ്യഞ്ജനം പാക്ക് ചെയ്ത പലവ്യഞ്ജനം. ഓ പലവ്യഞ്ജനം എന്തോ? എടാ പോടാ. ഒന്നാ എനിക്ക് തലവേദന എടുത്തിരിക്കും വേണം അവന്റെ. എടേ വണ്ടിയെട്. ചുമ്മായിട്ട് ഹോൺ അടിക്കല്ലേ വണ്ടിയുടെ പോകുമ്പം. വേണ്ടപ്പെട്ട പാർട്ടിയുടെ ഇന്നത്തെ ദിവസം തേരാ പാരാ നീ എത്ര പ്രാവശ്യം റോഡിൽ പോയടാ? നിനക്ക് എന്ത് പറ്റിയടാ? വെറുതെ ഇരുന്ന ബോറടിക്കണളിയാ. ഞാൻ അങ്ങോട്ട് പോയത് തിരിച്ച് നടക്കാൻ വയ്യ. എവനാണെങ്കിൽ വണ്ടി ഓഫ് ചെയ്യണില്ലല്ലോ സംസാരിക്കാൻ. പോട്ട് ഇനി ഓഫ് ചെയ്യണ്ട. അതല്ലേ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ കാല് വേദനയാണ്ട് ആട്ടോ ഓടിച്ച് പോണത്. പോട്ടാ മക്കളെ. എന്താ പറ്റി നിനക്ക്? ഒന്നുമില്ലടാ കാല് വയ്യ. ചവിട്ടല്ലേ ചേച്ചി? ചേച്ചിയുടെ ഫോൺ ഫുള്ള് പോയാ? ഫുള്ള് പോയില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം. അതാണല്ലോ നമ്മുടെ പ്രശ്നം. ഈ ഫോൺ ഫുള്ള് കംപ്ലൈന്റ് ആയാലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കൂ. അത് കറക്റ്റാണ്. ചേച്ചി വാക്ക് മാറത്തില്ലല്ലോ. പുതിയ ഫോൺ കിട്ടുമ്പോ ഇതിനേക്ക് തരണം. തരാടേ. ഓക്കെ ചേച്ചി ഫോൺ കൊണ്ടെടുത്തേ. എന്തിന്? അങ്ങോട്ട് എടുക്കുക ചേച്ചി, അതൊക്കെ ഉണ്ട്. ചേച്ചി കണ്ണടച്ചേ. കണ്ടാ എന്ത് ഫോണിൽ വന്നേ നോക്ക്. എന്തോടെ കാണിച്ചു? ഓണ് പോലും ആണില്ലല്ലോ ഫോൺ. ഇതാണ് നമുക്ക് വേണ്ടത്. ചേച്ചി വന്നേ. വാ, ഇതാണ് നമുക്ക് വേണ്ടതെന്ന്. അച്ഛാ ആ ഫോൺ കൂടെ കയ്യിലെടുത്തോ. അച്ഛോ എന്റെ ഫോൺ. വാ ഇങ്ങോട്ട് വാ വാ വാ. കരഞ്ഞോണ്ട് അച്ഛാ അച്ഛോ എന്താ ഇങ്ങോട്ട് വന്നേ.
ചേച്ചിയുടെ ഫോണിന്റെ കാര്യം മൊത്തത്തിൽ പോയി. മൊത്തം കേടായി അച്ഛാ. അയ്യോ ഇത് ഓണാവില്ലല്ലോ. ആ ഇനിയിപ്പോ പുതിയ ഫോൺ വാങ്ങിക്കേണ്ടി വരും, അതേ പറ്റുള്ളൂ. അമ്മ ചേച്ചിയുടെ ഫോൺ തന്നേവാ. അതേ അമ്മ ഫോൺ കംപ്ലീറ്റ് പോയമ്മ, ഇനി എന്ത് ചെയ്യും? എന്തേരാ നീ സൂയിസൈഡേ? എന്തോടെ പറഞ്ഞ സൂസൈഡ് തന്നെ? അല്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും വലുത് ഫോണല്ലേ. അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടേ? അമ്മ പ്ലീസ് അമ്മ കളിക്കല്ലേ, പുതിയൊരു ഫോൺ മേടിച്ചാ അമ്മ. ലച്ചു നിന്നോട് മലയാളത്തിൽ എത്ര നേരം കൊണ്ട് പറയുന്നുണ്ട് അത് നന്നാക്കാൻ കൊടുക്കാൻ. അത് 2 ദിവസം കൊണ്ട് നന്നാക്കി കിട്ടും. അതിനുള്ള പൈസ പൈസ അമ്മ തരും. അമ്മരെ നോച്ചോ, അമ്മരെ നോച്ചോ പൈസ. അമ്മ പ്ലീസ് അമ്മ വേറെ ഫോൺ മേടിച്ചാ അമ്മ. പോലെ ലച്ചു അവിടുന്ന്. അമ്മ പ്ലീസ് അമ്മ. ലച്ചു എന്നെ മുമ്പിൽ നിന്ന് നോക്കോട്ടാ. ഒരു ഒറ്റ വീക്ക് ഒന്നും ഉണ്ടല്ലോ നിനക്ക്. അല്ല ചേച്ചിയുടെ ഫോൺ കാണാൻ എന്നെ അടിക്കാൻ പറഞ്ഞേ? അരിയും നിന്നെ ആശാരിച്ചും കടിക്കും. പട്ടിക്ക് തന്നെ മുറുമുറുപ്പ്. നീ അകത്തോട്ട് പോടാ, നിന്നെ ശരിക്കും തിരഞ്ഞു. വേണമെങ്കിൽ ഈ ഫോൺ ഏതെങ്കിലും കട കൊണ്ട് നടന്നിക്കോ. ദുഷ്ടൻ ആരെ കടന്നു. അല്ല അവളെ ഫോൺ ചീത്ത നിങ്ങൾ തമ്മിൽ എന്തിന്റെ ബന്ധം? അച്ഛാ ആ ഇപ്പം ചേച്ചി പട്ടര്, ഞങ്ങൾ രണ്ടുപേരും നായര്. ഇപ്പൊ കണ്ടോണ്ടിരുന്നത് നിങ്ങൾ രണ്ടുപേരും ചെട്ടിയാര്. ഒന്നിനും ഒരു ബന്ധവും ഇല്ല. എന്തോടാ നീ പറയണേ? ആ അവനെന്തേലും പറയട്ടെ. അതേ നിങ്ങളെ കൂട്ടുകാരന്റെ വിശേഷം അറിഞ്ഞാ? ഏത് കൂട്ടുകാരെ? ബാസ്യാവർകളുടെ. ആ ഞാൻ ചുമ്മാ നമ്മളെ പുഷ്പലതയ്ക്ക് ഒരു മിസ് കോൾ എടുത്ത് ആ. തിരിച്ച് വിളിക്കുവാന്നറിയാൻ വേണ്ടി കൊടുത്തതാ. അപ്പൊ അവര് തിരിച്ചു വിളിച്ച്. അപ്പോഴല്ലേ കാര്യം അറിയണ അയാൾ ഈ തിരിഞ്ഞും മറിഞ്ഞും നടക്കേണ്ട കാര്യം എന്താണെന്നറിയണേ. എന്തോന്ന് കാര്യം? ആ അതൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ബാസിൻ്റെ അടുത്ത് വൈകിട്ടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. എന്തിന്? ഉണ്ട്, നിങ്ങൾ വിളിച്ച് പറ വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറ. വൈകിട്ട് വരാം. എപ്പം വരാം? വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ വരാൻ പറ. എന്ത് കാര്യം പറയണേ? വിളിക്ക്. ആ ഹലോ വാസി, നീ എവിടെയായി? വീട്ടിലാ? എന്ത് ചെയ്യണേ? വെറുതെ ഇരിക്കണ? എടാ ഇങ്ങോട്ട് വാടാ, വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വാ. വേറെ ജോലി ഉണ്ടെന്ന്. എടാ എന്തോ ജോലി? ഇങ്ങ് വാടാ. എടാ ഞാനല്ല, നീലുവാണ് വിളിച്ചത്. വരുമോ? നീ വാടാ, അത്യാവശ്യമൊന്നും നീലുവിനെ കാണണമെന്ന്. വാ. ആ ശരി ശരി, ഓക്കേടാ, വരാം. ബാലു ബാലു എന്ത് എല്ലാരും ഇങ്ങനെ നോക്കണേ? ഇവിടെയൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുന്ന എന്ത്? ഞാനാ? ബാസി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലേ ഇന്ന്? അത് പിന്നെ നാള് വെച്ച് നോക്കിയാ ഇന്നാണ്, ഡേറ്റ് വെച്ച് നോക്കിയാ ഇന്നാണോ എന്തോ. ഇന്നാണോ എന്തോയാ? ആ എടാ രാവിലെ കുളിച്ചൊരുങ്ങി എന്തോന്ന് പോയത് നീ? മോക്ഷം കിട്ടാൻ പോയത് അമ്പലത്തില് അല്ലടാ? അല്ല, അത് ജന്മാടായണ്ട് നന്നാവാൻ വേണ്ടി പോയതളിയാ. നന്നാൻ വേണ്ടി പോയത്. മലക്കറിയൊക്കെ വെച്ചിട്ട് പോണേണ്ടല്ല, എല്ലാം കൂടെ വെട്ടി നുറുക്കി 7 കൂട്ടം കറികളായിട്ട് വെട്ടി കയറ്റിയടാ. 8 കൂട്ടം കറികളായിട്ട് ഒറ്റയ്ക്ക് തുമ്പലായിട്ട് വെട്ടി കയറ്റിയാൽ. എനിക്ക് വേറെ ആരും ഇല്ലല്ലോളിയാ, ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നാനല്ലേ പറ്റൂ. സത്യം പറടാ, നീ ആട്ടോയിൽ കവറിനെ തന്നായിരുന്നടാ? കേക്കല്ലേടാ? ചെറുത്. ഞാൻ പോട്ടാ എന്നാ. എവിടെ പോണു നീ? വീട്ടിലോട്ട് പോകണം. യേശു ആ സാധനം ചെറാമക്കളെ. ഡേയ് ഒന്നും ചെയ്യല്ലേ, നിന്നെ ബർത്ത്ഡേക്ക് വിളിക്കാത്ത തെറ്റ് തന്നെ. അപ്പൊ ഞങ്ങളെയോ? അത് വലിയ തെറ്റായിപ്പോയി. യേശുവേ ഇവിടെ പോയി. കേക്ക എന്തോ വായനടാ. എൻ്റെ പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ. കട്ടി. ഞാനാ? പിന്നെ ബാസ് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കട്ട് ചെയ്താൽ മതിയോ? കട്ടിയടാ. കട്ടി. മറ്റേ പാട്ട് പാടുമല്ലോ കട്ട് ചെയ്യുമ്പോൾ. Happy birthday to you. Happy birthday to you. Happy birthday to Basi uncle. ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടാ.
സിംഗപ്പൂരിലിരിക്കുന്ന അവള് പോലും എന്നെ വിളിച്ചില്ല അളിയാ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി. ഞങ്ങളില്ലേ ബാസേണന്, പിന്നെന്ത് വേണം? കട്ടി. ഡിഗ്രി പ്രാപ്തി പോയ അമ്മ പോലും വിളിച്ചില്ല അളിയാ ബർത്ത്ഡേ. വാസി എന്താ വലിയ സന്തോഷമായി പോയിട്ട് എന്തായാലും. നിങ്ങൾക്ക് എന്ത് തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടതല്ലേ? ഒന്നും തരണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. അളിയാ നാളെ വരുവാടാ, പഴം കഞ്ചിയും പഴം കൂട്ടാനൊക്കെ കാണും, എല്ലാവരും വരണേ. വരുമോ? ഇന്നത്തെ എൻ്റെ ബാക്കി വാളിയാ, സന്തോഷമല്ലേ? ഫോട്ടോ എന്നാ